ശ്രീലാം, കണ്ണൂരത്തെ യുവമോർച്ച ഇപ്പോ സന്ദീപ് വാര്യർക്കെതിരെ ഒരു കൊലവിളി ഉയർത്തിയിട്ടുള്ളത് ഏറെ ചർച്ചയായിരിക്കുകയാണ്. ഇപ്പൊ ഒരു പാർട്ടി വിട്ടു പോകുന്നത് ഇത് ആദ്യമായിട്ടല്ല. എല്ലാ പാർട്ടികളിൽ നിന്നും ആൾക്കാർ ഇതുപോലെ വിട്ടുപോയി പല പാർട്ടിയിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. അപ്പൊ ഈ സന്ദീപ് വാര്യരെ മാത്രം എന്തിനാണ് ഇങ്ങനെ ഈ കൊലവിളിയൊക്കെ നടത്തുന്നത്? ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? പ്രീത, യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ BJPയോ RSSോ സംഘപരിവാർ പ്രസ്ഥാനങ്ങളോ അത്തരത്തിൽ ഈ പാർട്ടി വിട്ടുപോകുന്നവരെയോ അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ നിന്ന് അപ്പുറത്തേക്ക് പോകുന്നവരെയോ ഒന്നും കൊലവിളിക്കുകയോ അല്ലെങ്കിൽ 51 വെട്ടി കൊല്ലപ്പെടുത്തുകയോ ചെയ്യുന്ന പാർട്ടിയല്ല എന്നുള്ള കാര്യം കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഒരു ആവേശപരമായ ഒരു പരിപാടി നടക്കുമ്പോൾ ആ പരിപാടിക്കിടയിൽ ഒരു മുദ്രാവാക്യം വെളി ഉയർന്നിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നു മുതലാണ് ഇത്തരത്തിലുള്ള മുദ്രാവാക്യം വിളികളൊക്കെ വാർത്തയായി മാറുന്നത്? ആര് ചെയ്യുമ്പോഴാണ് ഇത് വാർത്തകളായി മാറുന്നത്? അവിടെയാണ് ഇതിന്റെ പ്രാധാന്യമുള്ളത്. ഇവിടെ നോക്കൂ, സാധാരണഗതി നമ്മൾ ഈ പ്രസംഗങ്ങൾ നടത്തുമ്പോഴും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ജാഥകൾ നടത്തുമ്പോഴും ഒക്കെ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെ നിന്നെ പിന്നെ കണ്ടോളാം, ഇത് സ്ഥിരമായ മുദ്രാവാക്യമാണ്, നിന്നെ പിന്നെ കണ്ടോളാം. നമ്മൾ കോളേജുകളിൽ പഠിക്കുമ്പോൾ കോളേജുകളിലെ പിള്ളേർ പോലും ഇത്തരത്തിലുള്ള മുദ്രാവാക്യം വിളിക്കാറുണ്ട്. ഞാൻ കോളേജ് കാലഘട്ടത്തിൽ വളരെ ആക്റ്റീവായിരുന്ന ഒരാളാണ്. കോളേജിലെ രാഷ്ട്രീയ സംഘടനകളുമായൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ കഴിയും, ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെ പലപ്പോഴും പലരും വിളിക്കാറുണ്ട്. ഇവിടെ അതിനപ്പുറത്തേക്ക് ഒരു ഗൗരവം ഈ മുദ്രാവാക്യം വിളിക്കുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ സന്ദീപ് വാര്യരും മാധ്യമങ്ങൾക്ക് പ്രത്യേക അജണ്ടയുണ്ട്. BJPക്കെതിരെ വാർത്ത സൃഷ്ടിക്കുക അല്ലെങ്കിൽ BJPയിൽ എന്തെങ്കിലും തരത്തിലുള്ള വാർത്തകൾ ഉണ്ടാക്കുക എന്നുള്ളത് മാധ്യമങ്ങളുടെ ഒരു അജണ്ടയാണ്. അത്തരത്തിലുള്ള ഒരു അജണ്ടയുടെ ഭാഗമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. അത് കഴിഞ്ഞ കുറെ ദിവസമായി സുരേന്ദ്രൻ പറയുന്നുണ്ട്. BJPയിൽ ആകെ മൊത്തം കുഴപ്പമാണെന്നും ചില നേതാക്കന്മാരെ പ്രൊമോട്ട് ചെയ്യാനും ചില നേതാക്കന്മാരെ ഇകഴ്ത്താനും ഒക്കെ കേരളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങൾ അടക്കം ചെയ്യുന്നത് സംശയമില്ല. അത്തരത്തിലൊരു കാര്യമാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ നോക്കൂ, സന്ദീപ് വാര്യർ ആരാണ്? സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസ് നേതാവാണ്. സന്ദീപ് വാര്യരോട് കോൺഗ്രസിലെ കാര്യങ്ങൾ ചോദിച്ചാൽ പോരെ? എന്ത് പ്രശ്നം BJPയിൽ ഉണ്ടായാലും ഉടനെ സന്ദീപ് വാര്യരെ ടെലിയും വിളിക്കുക. ആ സന്ദീപ് വാര്യർ അന്നേരം എന്തെങ്കിലുമൊക്കെ ആവേശത്തിൽ, സന്ദീപ് വാര്യർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ വളരെ ആവേശത്തോടെ സംസാരിക്കുന്ന ഒരാളാണ്. ആ ആവേശത്തിൽ ഞാൻ ശരിയാണെന്ന് വരുത്തി തീർക്കാൻ സന്ദീപ് വാര്യർ കുറെ കാര്യങ്ങൾ പറയുക. അപ്പോ അത് വെച്ച് മറ്റുള്ളവരെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമം നടത്തുക. സോഷ്യൽ മീഡിയയിൽ അടക്കം നിരന്തരം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സന്ദീപിന്റെ ഫേസ്ബുക്ക് കാണുമ്പോൾ സന്ദീപിന് പറയാനുള്ളത് BJPയെ കുറിച്ച് മാത്രമാണ്. ഇത്രയും കൊള്ളാത്ത ഒരു പാർട്ടിയിൽ നിന്ന് പോയ സന്ദീപ് എന്തിനാണ് ആ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്? കാരണം സന്ദീപിന്റെ അവിടുത്തെ നിലനിൽപ്പ് പൂർത്തിയാകണമെങ്കിൽ അല്ലെങ്കിൽ അവിടെ നിലനിൽക്കണമെങ്കിൽ നിരന്തരമായി BJP ആക്രമിച്ചുകൊണ്ടിരിക്കണം. സാധാരണ കോൺഗ്രസിലുള്ള ഏതൊരു നേതാവും ആക്രമിക്കുന്നതിൽ ഇരട്ടിയായി സന്ദീപ് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഈ പുതുക്രിസ്ത്യാനികള് വേദപുസ്തകം കണ്ടാൽ, അതായത് പുതുക്രിസ്ത്യാനി ആകുമ്പോൾ സുവിശേഷം പറയണമല്ലോ, വേദപുസ്തകം കണ്ടാൽ സാധാരണ ക്രിസ്ത്യാനികളെക്കാൾ അപകടകരമാണ് അവരുടെ പ്രവൃത്തികൾ. അവർ പിന്നെ വേദപുസ്തകം താഴെ വെക്കാൻ വലിയ ബുദ്ധിമുട്ടിലാവും. അത് വെക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം പെട്ടെന്നുണ്ടായതാണല്ലോ. ഞാൻ ഇതാണെന്ന് സ്ഥാപിക്കാൻ ഒരു ശ്രമം നടത്തണമല്ലോ. അതിനുവേണ്ടിയുള്ള അക്രമം മാത്രമാണ് നടത്തുന്നത്. ഇവിടെ സന്ദീപ് എന്താണ് ചെയ്യേണ്ടത്? സന്ദീപിനോട് BJPയുടെ കാര്യങ്ങൾ ചോദിക്കുന്നു. ഇന്നലെ ഞാൻ കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഒരു റിപ്പോർട്ട് വരുന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ ആ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നു. റിപ്പോർട്ട് വരുന്നു എന്ന് പറയുന്നു, നമുക്കറിയില്ല. BJPയിൽ അങ്ങനെ റിപ്പോർട്ട് ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അത് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അത്തരത്തിലുള്ള റിപ്പോർട്ട് വന്നു എന്ന് കേൾക്കുന്ന മാത്രയിൽ തന്നെ അടുത്ത ടെലിയിൽ സന്ദീപ് വാര്യനാണ്. അപ്പോ എന്തിനാണ് സന്ദീപ് വാര്യർ ഈ വിഷയത്തിൽ വലിച്ചെറിക്കുന്നത്? സന്ദീപ് കോൺഗ്രസിലെ കാര്യം നോക്കിയാൽ മതി. സന്ദീപ് കോൺഗ്രസ് നേതാവല്ലേ? സന്ദീപ് കോൺഗ്രസിന്റെ കാര്യം പറയട്ടെ. കേരളത്തിൽ ആദ്യമായൊന്നും അല്ലല്ലോ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുപോകുന്നത്. ഈ OK വാസുമാഷ് അടക്കമുള്ളവർ, സന്ദീപ് അതങ്ങനെയൊന്നും നോക്കിയാൽ ഒന്നുമല്ലല്ലോ. OK വാസുമാഷ് അടക്കമുള്ളവർ പോയപ്പോ, CPM-ലേക്ക് പോയപ്പോ ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടായോ? അദ്ദേഹത്തെ ആരെങ്കിലും ആക്രമിക്കാൻ ശ്രമിച്ചോ? അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ പ്രതിരോധം ഉയർത്താൻ ശ്രമിച്ചോ? ഒന്നുമില്ലല്ലോ. അത്തരത്തിലൊരാളായി മാത്രം സന്ദീപിനെ അത്ര പോലും ഗൗനിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ എന്താണ്, സന്ദീപിനെ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും സന്ദീപ് നന്നായി PR ചെയ്യാൻ അറിയുന്ന ഒരാളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നെഗറ്റീവായും പോസിറ്റീവായും ഒക്കെ എന്ത് കിട്ടിയാലും അത് സന്ദീപിന് ഇപ്പോൾ നിലനിൽക്കേണ്ട ആവശ്യമുണ്ട്. ആ സംഘം കോൺഗ്രസിൽ നിലനിൽക്കേണ്ട ആവശ്യമുണ്ട്. നിരന്തരം BJP സന്ദീപിന്, ഞാൻ പറയുന്ന ഈ സോഷ്യൽ മീഡിയയിലുള്ളവർ സന്ദീപിന്റെ പ്രൊഫൈലിൽ പോയി എന്തിനാണ് കമന്റ് ചെയ്യുന്നത്? അത് സന്ദീപിന് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും സന്ദീപ് അത് വലിയ ആവേശത്തോടെ ഏറ്റെടുക്കുന്ന ഒരാളാണ്. കാരണം സന്ദീപിനെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് ഇപ്പോ ഒരു ട്രാൻസിഷൻ സ്റ്റേജിൽ താൻ എന്തോ മഹാസംഭവമാണെന്ന് വരുത്തി തീർക്കേണ്ടത് സന്ദീപിന്റെ ആവശ്യമല്ലേ? അവിടെ ഈ സംഖ്യകൾ ആ പ്രൊഫൈലിലേക്ക് തിരിഞ്ഞു നോക്കരുത്. സന്ദീപ് അവിടെ എന്ത് വേണമെങ്കിൽ എഴുതിക്കോട്ടെ, സന്ദീപ് എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ. എന്തിനാണ് സന്ദീപിന്റെ വാക്കുകൾക്ക് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത്? സന്ദീപ് കോൺഗ്രസിലേക്ക് പോയ ഒരാളാവുമ്പോ
അദ്ദേഹത്തെ വെറുതെ വിട്ടുകളയുക. ഏതൊരു കോൺഗ്രസ് നേതാവിനെ പോലെ. ഇപ്പൊ നമ്മൾ കുത്തിയിരുന്ന് കേരളത്തിലെ സംഘികൾ ആരെങ്കിലും കുത്തിയിരുന്ന് VD സതീശൻ പറയുന്നതിനൊക്കെ മറുപടി പറയാറുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ സന്ദീപിനെയും അവഗണിച്ച് കളയുക. സന്ദീപ് പറയുന്നതൊക്കെ പറഞ്ഞോട്ടെ. സന്ദീപ് എന്തുകൊണ്ടാണ് പറയുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും അറിയില്ലേ? ഇവിടെ നിൽക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടും അപ്പുറത്തേക്ക് പോയ സന്ദീപ് അവിടെ ചെല്ലുമ്പോൾ സന്ദീപിന് ഗുണം കിട്ടുന്ന സന്ദീപ് ഗുണം ഉണ്ടാക്കി ജീവിച്ചോട്ടെ. എന്തിനാ സന്ദീപിന് പുറകെ പോകുന്നത്? അതായത് സന്ദീപിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോയി ഒരു കമന്റ് പോലും ഇടരുത്. നമ്മുടെ അസ്വസ്ഥത അവിടെ തീർക്കേണ്ട കാര്യമില്ല. നമുക്ക് അങ്ങനെ അസ്വസ്ഥതയുള്ള ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. BJPക്ക് ഒരുപിടി നേതാക്കന്മാർ, കഴിവുള്ള നേതാക്കന്മാർ, നിരവധി നേതാക്കന്മാരുണ്ട്. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ്. ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് അവിടെ പോയി എന്തെങ്കിലും പറയുന്നത്, ഇപ്പൊ വഖഫുമായി ബന്ധപ്പെട്ട് ഉള്ള ചില കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സന്ദീപ് പറയുന്നുണ്ട്. ഈ പറയപ്പെടുന്ന കാര്യങ്ങളിലൊന്നും സന്ദീപിന് ഈ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ തിരിച്ചു പറയല്ലേ? ഇത്രയും കാലം വഖഫിന് വേണ്ടി എന്തിനാ സന്ദീപ് തിരിച്ചു പറയേണ്ട അവസ്ഥ എത്തിയില്ലേ? കേരളത്തിലെ ജനങ്ങൾക്ക് സന്ദീപിന് വിശ്വാസമുണ്ട് എന്നാണോ എല്ലാവരും വിചാരിക്കുന്നത്? സന്ദീപ് ഇതൊക്കെ പറയുന്നത് കേട്ടാൽ കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും അത് ഏറ്റെടുക്കുമെന്നാണോ? ഒന്നുമില്ല. ഒരാൾ വാക്ക് മാറ്റി പറയുമ്പോ അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് പോകുമ്പോൾ ആ ഘടകവിരുദ്ധമായ നിലപാടെടുക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയാത്തവരല്ലോ കേരളത്തിലെ വിദ്യാഭ്യാസമുള്ള തലമുറ. അതുകൊണ്ട് സന്ദീപിന്റെ വാക്കുകൾക്ക് അത്രയ്ക്കത്ര ഗൗരവം കൊടുത്താൽ മതി. കേരളത്തിലെ ഈ സന്ദീപിന്റെ ഫേസ്ബുക്കിലുള്ള സംഘികൾ അല്ലെങ്കിൽ സംഘപരിവാർ ആനുകൂല്യമുള്ളവർ, സംഘപരിവാറിന്റെ മുഖമായി പ്രവർത്തിക്കുന്നവർ, അല്ലെ സംഘപരിവാറുമായി ബന്ധമുണ്ടായിരുന്നവരൊന്നും തന്നെ അത്തരത്തിൽ ഒരു പ്രതികരണവും നടത്തേണ്ടതില്ല എന്നാണ്. നമ്മൾ എന്തിനാണ് അങ്ങനെ ഒരു ഇതിലേക്ക് പോകുന്നത്? സന്ദീപ് കോൺഗ്രസ് നേതാവാണ്. സന്ദീപിലെ കോൺഗ്രസ് നേതാവിനെ ജനങ്ങൾ ഉൾക്കൊള്ളട്ടെ, സന്ദീപിന്റെ കോൺഗ്രസ്സുകാർ ഉൾക്കൊള്ളട്ടെ. സന്ദീപ് പറയുന്നത് അവർ വേദവാക്യമായി എടുത്ത് പ്രചരിപ്പിച്ചോട്ടെ. ഇവിടെ സന്ദീപിനെ നിലനിൽക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കേണ്ടത് സന്ദീപിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് സന്ദീപിനെ വിവാദമുക്തമാക്കി സന്ദീപിനെ നല്ല കോൺഗ്രസ് നേതാവാക്കി അവിടെ നിലനിർത്തുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ഇവിടെ സന്ദീപിനെ ആരും ആക്രമിക്കാൻ പോകുന്നില്ല. സന്ദീപിനെ അഥവാ എന്റെ സത്യത്തിലുള്ള ഇപ്പോഴത്തെ പേടി, ഇപ്പോഴത്തെ അല്ല, ഞാൻ എന്നും ചിന്തിക്കുന്ന ഒരു കാര്യം, സന്ദീപ് ആരുടെ പാളയത്തിലാണുള്ളത്? സന്ദീപ് ഇത്രയും കാലം എതിര് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം ആഞ്ഞടിച്ചിരുന്നവരുടെ പാളയത്തിലാണുള്ളത്. സന്ദീപിനെ അവർ അപായപ്പെടുത്തുമോ എന്ന പേടി മാത്രമേ സന്ദീപിന് ആവശ്യമുള്ളൂ. സന്ദീപിനെ ഏതായാലും സംഘപരിവാർ പ്രസ്ഥാനങ്ങളോ BJP ഒന്നും അപായപ്പെടുത്തില്ല എന്ന കാര്യത്തിൽ 100% ഉറപ്പുണ്ട്. സന്ദീപ് അവിടെ ആൾക്കാരുമായി ബന്ധമുണ്ടാക്കുമ്പോ, അല്ലെങ്കിൽ ഇപ്പോ കേരളത്തിൽ നമുക്കറിയാലോ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ നിടഞ്ഞ സംഘപരിവാർ നേതാക്കന്മാരെ ഇത്രയും ഒക്കെ പറഞ്ഞുകൊണ്ട് സന്ദീപ് അവിടേക്ക് പോയത് കുഴപ്പമില്ല. പക്ഷെ അവിടെ അവരുടെ സഖ്യകക്ഷികളായൊക്കെ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ തെളിഞ്ഞും അല്ലെങ്കിലും ഒളിഞ്ഞു പ്രവർത്തിക്കുന്ന SDPI പോലുള്ള സംഘടനകളെയോ അവരുടെ സംഘടനകളെയൊക്കെ നാളെ സന്ദീപ് ഏതെങ്കിലും തരത്തിൽ വിമർശിക്കേണ്ട അവസ്ഥ വന്നാൽ സന്ദീപാണ് ശ്രദ്ധിക്കേണ്ടത്. സന്ദീപിനാണ് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് സന്ദീപ് ഇത്രയും കാലം ഈ ചിരിച്ചു കാണിച്ചതൊക്കെ, അല്ലെങ്കിൽ ഇത്രയും കാലം സന്ദീപിനോട് ഇനിയിപ്പോ ഈ അവരുടെ പാർട്ടിയിലേക്ക് ചെന്നു എന്ന് പറഞ്ഞത് കൊണ്ട് ചിരിച്ചു കാണിക്കുന്നതൊക്കെ ശരിയാണെന്നും അതുകൊണ്ട് താൻ അതെല്ലാം ശരിയാണെന്നും ഒക്കെ ചിന്തിച്ചാൽ സന്ദീപ് വളരെ ബുദ്ധിമുട്ടേണ്ടി വരും. സന്ദീപ് ആകെ പേടിക്കേണ്ടത് പാളയത്തിലുള്ളവരെയാണ്. സന്ദീപ് ഇപ്പോ BJPയിലുള്ള എതിർചേരിയിലുള്ള BJPക്കാരെയോ RSSകാരെയോ ഒന്നും പേടിക്കേണ്ടതില്ല എന്ന് സന്ദീപിനോട് വ്യക്തമായി പറയാം. പക്ഷെ സന്ദീപ് പേടിക്കേണ്ടതുണ്ട്. സന്ദീപിന്റെ യാത്രകളും മറ്റും ആരോടൊപ്പമാണ്, എവിടെയാണ്, എന്താണ് എന്നൊക്കെ സന്ദീപ് ശ്രദ്ധിച്ച് യാത്ര ചെയ്താൽ സന്ദീപിന് ഗുണമായിരിക്കുമെന്ന കാര്യമേ പറയാനുള്ളൂ. മാത്രമല്ല, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയത് സംഘപരിവാറിന്റെ തലയിലേക്ക് ആക്കാൻ പോലും ഈ SDPI പോലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ആൾക്കാർ ശ്രമിക്കില്ല എന്നൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. അതുകൊണ്ട് സന്ദീപിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ സന്ദീപ് സ്വന്തമായി നടത്തേണ്ടതാണ്. അതുപോലെ അത്തരത്തിലുള്ള ആൾക്കാരുമായി എന്തെങ്കിലും തരത്തിൽ ഇടയാതിരിക്കാനും ഒക്കെ സന്ദീപാണ്. ഒരു പാവം ജോസഫ് മാഷിന്റെ അവസ്ഥയൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ പോയി ചാടാതിരിക്കാൻ സന്ദീപ് സ്വയം ജാഗ്രത പാലിക്കേണ്ടതാണ്. അല്ലാതെ സംഘപരിവാർ പാളയത്തിൽ നിന്ന് ആരും ചെയ്യില്ല. അപ്പോ ഒരു ആവേശത്തിൽ ആരെങ്കിലും വിളിച്ച ഒരു മുദ്രാവാക്യത്തിന് അപ്പുറത്തേക്ക്, അതിപ്പോ എല്ലാവരും വിളിക്കാറില്ലേ, ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ തോക്കുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിപാടി നടക്കുമ്പോഴും ഒക്കെ ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെ എല്ലാവരും വിളിക്കാറുണ്ട്. സന്ദീപ് നിരന്തരമായി RSSനെയും BJPയെയും ആക്രമിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു ധാരണ ഈ സന്ദീപിന്റെ, നമുക്കറിയാലോ സോഷ്യൽ മീഡിയയിലുള്ളവരാണ് സന്ദീപിനെ ഇത്രയധികം ഹൈപ്പ് കൊടുത്തിട്ടുള്ളത്. ഇത്തരം വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കൺവിൻസ്ഡ് ആയി പുറത്തു വരുമ്പോൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ കൺവേ ചെയ്ത് പുറത്തു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അത് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ജനങ്ങൾ ആരെങ്കിലും ഒരാൾ മുദ്രാവാക്യം വിളിച്ചാൽ മതി, എല്ലാവരും ഏറ്റുവിളിക്കും. അത്തരത്തിലുള്ള ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഞാൻ പറയുന്നത് BJP ഒരു കൃത്യമായ നിലപാടിലേക്ക് പോകണം. സന്ദീപ് വാര്യർ എന്ന ഒരാളെ കുറിച്ച് ഒരു അക്ഷരം BJP സംസാരിക്കാതിരുന്നാൽ, സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഒരാൾ എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ. കാരണം ഈ പാളയത്തിൽ നിന്ന് അപ്പുറത്തെ പാളയത്തിലേക്ക് പോയ സന്ദീപിന് അങ്ങനെ പറയാൻ കഴിയൂ. അതിനപ്പുറത്തേക്ക് സന്ദീപിന് പറയാൻ കഴിയില്ലല്ലോ. സന്ദീപിന് ജീവിതകാലം മുഴുവൻ BJP കുറ്റപ്പെടുത്താനേ കഴിയൂ. ഇപ്പൊ ഇന്നലെ ഈ സന്ദീപ് പറയുന്ന ഒരു വാചകം കേട്ടു, എന്റെ വോട്ട്, എനിക്ക് വോട്ടില്ലെന്ന് പറഞ്ഞിടത്ത് വോട്ടുണ്ട്, ഞാനത് കൊണ്ടുപോയെങ്കിൽ ഞാൻ മിടുക്കനായ ആളാണെന്നൊക്കെ പറയുമ്പോൾ, അംഗീകാരമാണെന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും BJPയുടെ അംഗീകാരം പ്രതീക്ഷിച്ചിരിക്കുന്ന ആളാണോ സന്ദീപ്? അതാണ് എന്റെ ചോദ്യം. കോൺഗ്രസിൽ എത്തിയിട്ടും BJP അംഗീകരിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാരനായോ സന്ദീപ്?
അതോ അവിടെ പോയിട്ട് ഇങ്ങനെ പറയുന്നതാണോ? ഇങ്ങനത്തെ ചില സംശയങ്ങൾ സാധാരണക്കാരനുണ്ടാവില്ലേ? അതുകൊണ്ട് സന്ദീപിനെ സത്യത്തിൽ BJP അതിനെ അവഗണിച്ച് കളയുക. സന്ദീപ് എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ, സന്ദീപ് എന്തും പറഞ്ഞോട്ടെ, നരേന്ദ്രമോദി നരാധമനെന്നോ നരേന്ദ്രമോദി വെറുപ്പിന്റെ ഫാക്ടറി എന്നോ എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ. സാധാരണ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരാൾക്ക് അങ്ങനെയേ പറയാൻ കഴിയൂ. അതുകൊണ്ട് സന്ദീപിനെ തീർത്തും അവഗണിക്കുക. സന്ദീപ് എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ എന്ന രീതിയിലേക്ക് പോവുക. അങ്ങനെയാകുമ്പോൾ 2-3 ദിവസം സന്ദീപിന് ഇതുമായിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അപ്പൊ സന്ദീപ് ഈ പരിപാടിയൊക്കെ നിർത്തിക്കോളും. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ സന്ദീപിനെ പ്രകോപിപ്പിക്കാനോ അല്ലെങ്കിൽ സന്ദീപിനെ പ്രകോപിപ്പിച്ച് വീണ്ടും ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കി കൊടുക്കാനോ ഒന്നും BJP-ക്കാർ പോകേണ്ട കാര്യമില്ല. അവനവന്റെ കാര്യം നോക്കുക. സന്ദീപ് കോൺഗ്രസ് നേതാവാണ്. സന്ദീപിന്റെ രാഷ്ട്രീയമായി ജീവിക്കട്ടെ. സന്ദീപ് കോൺഗ്രസ്സുകാരിലേക്ക് ഇറങ്ങി ചെല്ലട്ടെ. കോൺഗ്രസ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകട്ടെ. അവിടെ നിന്ന് ഇലക്ഷന് ജയിക്കട്ടെ. എന്തുവാവട്ടെ, അത് നമുക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്ന രീതിയിലേക്ക് BJP ചിന്തിക്കേണ്ട സമയം കടന്നിരിക്കുന്നു.